നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ലാലിഗയിലെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. വലിയ മാറ്റങ്ങൾ പല ടീമുകളും വരുത്തിയ ഒരു സീസൺ. ജിറോണക്ക് അവരുടെ പ്രധാന താരങ്ങളെ നഷ്ടമായി കഴിഞ്ഞു. അത്ലറ്റിക്കോ മാഡ്രിഡ് വമ്പൻ സൈനിങ്ങുകളൊക്കെ നടത്തി ടീമിൻ്റെ കരുത്ത് വർദ്ധിപ്പിച്ചു. റയൽ മാഡ്രിഡ് ഒരുപാട് സൈനിങ്ങൊന്നും നടത്തിയില്ലെങ്കിലും കിലിയൻ എംബാപ്പയുടെ സൈനിങ് തന്നെ മതിയല്ലോ. വലിയ ഓളമുണ്ടാക്കി അവർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ. പിന്നെ എൻട്രിക്കിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ബാഴ്സലോണ പതിവ് പോലെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ബുദ്ധിമുട്ടുന്നു. ഡാനി ഓൾമോയെ കൊണ്ടുവന്നു. രജിസ്റ്റർ ചെയ്യാൻ എന്ത് ചെയ്യും എന്നറിയാതെ ഉഴറുന്നു. പലരെയും പറഞ്ഞു വിടുന്നു. ഗുണ്ടോഗനോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. ഏതായാലും ടീമുകളുടെ കോമ്പിനേഷനുകളിലും മറ്റുമൊക്കെ മാറ്റം വന്ന ഈ ലലീഗയിലെ ആദ്യ റൗണ്ട് മത്സരം കഴിയുമ്പോൾ 4 ടീമുകളാണ് ആദ്യ മത്സരം വിജയിച്ചത് എന്ന കാര്യം ശ്രദ്ധിക്കുക. കോമ്പറ്റീഷൻ ടൈറ്റാവും എന്ന കാര്യം ഉറപ്പാണ്. അഞ്ചലോട്ടിയുടെ റയൽ മാഡ്രിഡ് കരുത്തുറ്റ ടീമാണിപ്പോൾ. ടോണി ക്രൂസ് പോയത് അവരുടെ ബാലൻസിനെ ബാധിക്കുന്നുവോ എന്നൊരു തോന്നലുണ്ടാക്കിക്കൊണ്ടാണ് ആദ്യ കളി അവസാനിക്കുന്നത്. ബെല്ലിങ്ങാമും റോഡ്രിഗോയും വിരിയും ഒപ്പം കിലിയൻ എംബാപ്പയും വല്ലാത്തൊരു മുന്നേറ്റ നിര. ബട്ട് ഒറ്റ ഗോൾ മാത്രമാണ് അവർക്ക് അടിക്കാൻ കഴിഞ്ഞത്. കളി സമനില. മയോർക്ക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സീസണിൽ 15ാം സ്ഥാനത്ത് ലാലിഗയിൽ ഫിനിഷ് ചെയ്ത ടീമാണ്. ആ ടീമിനോട് സമനിലയിൽ കുരുങ്ങിപ്പോയി റയൽ മാഡ്രിഡ്. അതേസമയം ബാഴ്സലോണ ആദ്യ കളി വിജയിച്ചുകൊണ്ടാണ് തിരികെ കയറിയിരിക്കുന്നത്. എന്നാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരുപാട് താരങ്ങളൊക്കെ അഡീഷണൽ ആഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള അത്ലറ്റിക്കോക്ക് ആദ്യ കളി സമനിലയാണ്. അപ്പോൾ ജയിച്ചത് 4 ടീമുകൾ. സെൽറ്റാ വിഗോ, FC ബാഴ്സലോണ, റയോ വല്ലക്കാനോ, വാലഡോയിഡ് ടീമുകൾ മാത്രമാണ് വിജയിച്ചത്. ഈ ടീമുകൾക്ക് 3 വീതം പോയിൻറ്റുകളുണ്ട്. ഈ കൂട്ടത്തിൽ ഇപ്പോൾ ആദ്യത്തെ 3 ടീമുകളും 2-1 എന്ന സ്കോർ ലൈനിലാണ് ജയിച്ചത് എന്നോർക്കുക. ഏതായാലും നിലവിൽ സെൽറ്റാ വിഗോ, ബാഴ്സലോണ, വയക്കാനോ എന്നിവർ 2-1 മാർജിനിൽ വിജയിച്ചാണ് നിൽക്കുന്നത്. അതേസമയം വാലഡോയിഡ് ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചു. ഇവിടെയൊക്കെ ഗോൾ ഡിഫറൻസ് 1. ആ ടീമുകൾക്കൊക്കെ 3 വീതം പോയിൻറ്റുകളാണുള്ളത് എന്നും ഓർക്കുക. അതേസമയം VRL, ലാസ് പാൽമാസ്, സെവിയ, അത്ലറ്റിക്കോ മാഡ്രിഡ്, ജിറോണ, ഗെറ്റാഫെ, മയോർക്ക, ലഗാനസ്, റയൽ ബെറ്റിസ്, ഒസാസുന, റയൽ മാഡ്രിഡ്, അത്ലറ്റിക് ക്ലബ് ബിൽബാവോ ഈ ടീമുകളൊക്കെ സമനിലയിൽ പിരിഞ്ഞു. അപ്പോൾ 4 ടീമുകളെ വിജയിച്ചുള്ളൂ എന്ന് പറഞ്ഞ പോലെ 4 ടീമുകളെ തോറ്റുള്ളൂ. അത് അലാവസും റയൽ സോസിഡാഡും വലൻസിയയും എസ്പാനിയോളുമാണ്. അപ്പോൾ അവർക്ക് 0 പോയിൻറ്റുകൾ. അപ്പോൾ ഈ ആദ്യ റൗണ്ട് വെച്ചുകൊണ്ട് നമുക്കൊന്നും വിലയിരുത്താൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണുള്ളത്. റയൽ ആദ്യ കളി സമനിലയായി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കവർ എഴുതള്ളാൻ പറ്റില്ല. അതിശക്തമായിട്ട് തിരികെ വരാൻ റയൽ മാഡ്രിഡിന് വരും മത്സരങ്ങളിൽ കഴിയും എന്ന കാര്യം ഉറപ്പാണ്. ബാഴ്സയിൽ കാര്യങ്ങളൊന്നും ഇപ്പോഴും സെറ്റിൽഡ് ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആദ്യ മത്സരത്തിലെ വിജയം കൊണ്ട് അവരെല്ലാം അങ്ങ് പിടിച്ചടക്കും എന്നും വിധി എഴുതാൻ പറ്റില്ല. സിമിയോണി പറഞ്ഞ പോലെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ സ്ക്വാഡ് ഇപ്പോഴും ക്ലോസ് ആയിട്ടില്ല. ഇനിയും താരങ്ങൾ അവർ കൊണ്ടുവരികയാണ്. ഇപ്പോൾ കോഡോർ ഗാലഗർ അവരുടെ സ്ക്വാഡിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുപോലെ ജാവോ ഫിലിക്സ് അവിടെ നിന്ന് പോയി കഴിഞ്ഞു. അപ്പോൾ ഇനിയും അവിടെ മാറ്റങ്ങൾ വരുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ സ്ക്വാഡ് എന്താവും എന്നുള്ളത് ട്രാൻസ്ഫർ മാർക്കറ്റ് അവസാനിക്കുമ്പോഴേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവരും കരുത്ത് വർദ്ധിപ്പിക്കുകയാണ്. എന്തായാലും ആദ്യ റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു സൂചനയും പറയാനില്ല. എന്തായാലും ബാഴ്സയുടെ ആരാധകർ റിസൾട്ടിൽ ഹാപ്പിയാണ്. അവർക്ക് 3 പോയിൻ്റ് ലഭിച്ചിട്ടുണ്ട്. റയലിൻ്റെ ആരാധകർ റിസൾട്ടിൽ ഹാപ്പിയല്ല, കോച്ചും ഹാപ്പിയല്ല. വരും മത്സരങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് തന്നെ കരുതാം. എന്തായാലും ഗോളടിയിൽ റോബർട്ട് ലെവൻഡോസ്കിയാണ്. ഇപ്പോൾ ഒരു റൗണ്ട് കഴിയുമ്പോൾ അദ്ദേഹം 2 ഗോൾ അടിച്ചിട്ടുണ്ട്. ബാക്കി നിരവധി താരങ്ങൾ 1 ഗോളുമായിട്ട് നിൽക്കുകയാണ്. ലെവൻഡോസ്കി ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബാഴ്സയുടെ ആരാധകരിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.